ഇനി നമ്മൾ ട്രിമ്മും ക്രോപ്പും എങ്ങനെയാണെന്ന് പഠിക്കാൻ പോവാം. നമ്മൾ മുമ്പേ കണ്ട കൺട്രോളിൽ തന്നെ ഇവിടെ ഒരു പോപ്പപ്പ് മെനു ഉണ്ട്. ആ പോപ്പപ്പ് മെനുവിൽ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്രോപ്പ് എന്ന് പറയുന്ന ബട്ടൺ കിട്ടും. ക്രോപ്പ് ഞെക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ വ്യൂവറിൻ്റെ താഴെ 3 ബട്ടൺസ് വരുന്നുണ്ട്. അതിലിപ്പോൾ ബേസിക്കലി ഇപ്പോൾ ട്രിമ്മാണ് സെലക്ട് ആയി കിടക്കുന്നത്. ട്രിമ്മ് നിങ്ങൾക്കൊരു ഇൻഡിവിജ്വലി ഓരോ വീഡിയോയുടെയും കോർണർ അല്ലെങ്കിൽ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ കൺട്രോൾസും വ്യൂവറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൗസ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇപ്പം ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതുപോലെ നടത്തുക. അപ്പോൾ അത്രയും ഭാഗം ട്രിം ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, അത്രയും ഭാഗം വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ഞാൻ അവിടെ മുകളിലൊരു ഡൺ ബട്ടൺ ഉണ്ട്. അതിൽ ഡൺ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് ട്രിമ്മായി. ഇനി അതിനെനിക്ക് ശരിക്കും ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രാൻസ്ഫോം എടുത്ത് നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ എനിക്ക് ആ ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ട്രിം എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റി. ഇനി നമ്മൾ വീണ്ടും പോപ്പപ്പ് മെനുവിൽ ഞെക്കിയിട്ട് ഞാൻ ക്രോപ്പ് വീണ്ടും എടുത്തിട്ട് ഇനി നമുക്ക് ക്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ ക്രോപ്പ് സെലക്ട് ചെയ്തു. ക്രോപ്പ് സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ കണ്ടോ ഇതുപോലെ എനിക്ക് ബ്ലൂ കളർ ആ ഹാൻഡിലേഴ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മുകളിൽ നിന്നും എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. ചെയ്തിട്ട് ഞാൻ ഡൺ പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കണ്ടോ, അത്രയും ഭാഗം ഫില്ലായും കൂടെ കിട്ടും. മുമ്പേ നമ്മൾ മാനുവലി ഫില്ല് ചെയ്യേണ്ട വന്നു. ഇപ്പോൾ ക്രോപ്പ് ആകുമ്പോൾ അത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫില്ലായി. അപ്പോൾ ഇതാണ് ട്രിമ്മും ക്രോപ്പും.